എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സഹോദരൻ അർജുൻ കർണാടക ഷിരൂരിൽ ഒരു അപകടത്തിൽപ്പെട്ടിട്ട് മണ്ണിടിച്ചിലിൽ പെട്ടിട്ടിപ്പോൾ ഒരാഴ്ച, ഇന്നത്തേക്ക് 7 ദിവസം ആയി. ഈ അപകടം നടന്ന് 7 ദിവസം പിന്നിടുമ്പോൾ ഇന്നൊരു ശുഭ വാർത്തയാണ് കുറച്ചു നേരം മുന്നേ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സിഗ്നല് കിട്ടിയിട്ടുണ്ട്, അത് ലോറിയുടെ ആണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ, എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. പിന്നെ ഈ ഒരു ദൗത്യത്തിന് പോയിട്ടുള്ള രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ നമ്മുടെ മറ്റൊരു സഹോദരൻ, ആ സഹോദരന് ഒരു മർദ്ദനം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് കണ്ടു. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു ഇതുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു മലയാളിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മൊത്തത്തിലാണ് വേദന ഉണ്ടാവുക. അങ്ങനെ ഈ കർണാടകയിലേക്ക് ഈ നമ്മുടെ അർജുനെ രക്ഷിക്കാൻ പോയതാണ് നമ്മുടെ ഈ സഹോദരൻ. അപ്പോൾ അവിടുത്തെ മലയാളികളെല്ലാം ഒഴിയണം എന്ന് പറഞ്ഞിട്ട് ചാനലിൽ ഒരു വാർത്ത കണ്ടു. എന്തായാലും ചാനലിൽ വന്ന വാർത്ത സത്യമാണെങ്കിൽ അത് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം പറയാതെ വയ്യ. കാരണം ഒരു മലയാളിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വേദന ഉണ്ടാക്കുന്നുള്ളതിന് തെളിവാണ് നമ്മുടെ റഹീമിൻ്റെ കേസ്. ഇപ്പോൾ ഏകദേശം ഒരു 2 മാസം മുന്നേ ഈ ഒരു 34 കോടി രൂപ എത്ര പെട്ടെന്നാണ് നമ്മൾ എല്ലാവരും കൂടെ പിരിച്ചുണ്ടാക്കി കൊടുത്തത്. അതുപോലെ ഓരോരോ കേസുകൾ. ഇപ്പോൾ ഞാനൊരു നിലമ്പൂർ കവളപ്പാറ സ്വദേശിയാണ്. ഞങ്ങളുടെ നാട്ടിൽ 2018 ആ ഉരുൾപൊട്ടൽ, ആ പ്രളയം, ദുരന്തം നടക്കുന്ന സമയത്ത് രാത്രി 8 മണിക്കാണ്, ഓഗസ്റ്റ് 8 തീയതി രാത്രി 8 മണിക്കാണ് ഈ ദുരന്തം നടക്കുന്നത്. ഈ ദുരന്തം നടന്നപ്പോൾ ഏകദേശം പ്രവാസ ലോകത്തുള്ള ഞാനടക്കം അറിയുന്നത് രാവിലെയാണ്, രാത്രി 8 മണിക്ക് ഈ സംഭവം നടന്നിട്ട്. അതായത് പെട്ടെന്നുണ്ടായ ഒരു മണ്ണിടിച്ചിലാണ്. ഏകദേശം ഞങ്ങളുടെ നാട്ടിലെ 59ഓളം ആളുകളാണ് ആ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടത്. 48ഓളം ആളുകളുടെ ബോഡിയാണ് നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 11 ആളുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ദുരന്തം നടന്ന സമയത്ത് ചാലിയാറിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഭൂതാനം എന്ന് പറയുന്നത്. അതിലുള്ള ഒരു പ്രദേശമാണ് ഈ കവളപ്പാറ. അപ്പോൾ ആദ്യമായിട്ട് അവിടെ സംഭവിച്ചത് റോഡ് കംപ്ലീറ്റ് മരങ്ങൾ വീണിട്ടും മണ്ണിടിഞ്ഞിട്ടും ഒക്കെ ബ്ലോക്ക് ആവുകയാണ് ചെയ്തത്. പിന്നെ ഏകദേശം ഒരാഴ്ചയോളം അവിടെ വൈദ്യുതി നിലയ്ക്കുകയുണ്ടായത്. അപ്പോൾ ആ ഒരു സംഭവം നടന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും, മത്സ്യത്തൊഴിലാളികൾ, SDPIയുടെ പ്രവർത്തകർ, അതേപോലെ തന്നെ യുവമോർച്ചയുടെ പ്രവർത്തകർ, DYFIയുടെ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ലീഗിൻ്റെ പ്രവർത്തകർ, എല്ലാ ആളുകളും, രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളും 28 ദിവസത്തോളമാണ് ഞങ്ങളുടെ നാട്ടിൽ പിന്നെ അതിൻ്റെ എന്താ പറയുക, ഈ തെരച്ചിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ അതിന് ഇറങ്ങിയത്. ഇപ്പം അവിടെ കർണാടകയിൽ നടന്ന ദുരന്തം, ഒരു ദുരന്തവും എവിടെയും നടക്കാതിരിക്കട്ടെ, പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ ഒരാഴ്ച പിന്നിട്ടു. ഈ കർണാടകയിൽ നടന്നത് നമ്മുടെ കേരളത്തിലാണ് നടന്നിരുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലും മുന്നേ ചിലപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക റിസൾട്ട് നമുക്ക് കിട്ടുമായിരുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം പല അനുഭവങ്ങളും നമുക്ക് ഇതിന് മുന്നിലുണ്ട്. അതിൽപ്പെട്ട ഒരു അനുഭവമാണ് നമ്മുടെ കവളപ്പാറയിലെ അനുഭവം. കാരണം ഇത്രത്തോളം ദുർഘടം നിറഞ്ഞ വഴികളും, അതുപോലെ തന്നെ കറണ്ടില്ല, അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ, ബാക്കി എല്ലാത്തിനും ഭയങ്കര ടഫായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും അങ്ങോട്ട് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ്. നിങ്ങൾ ഏകദേശം ഒരു 2018 നടന്ന സംഭവങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കുമ്പോൾ ഈ ഇത്രത്തോളം വൈകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സാഹചര്യങ്ങൾ നമ്മൾ ഈ വാർത്തകളിൽ കാണുന്ന പോലെയല്ല, സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായിരിക്കും. കാരണം മഴ, നല്ല ശക്തിയായ മഴ, പിന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ച സ്പോട്ടിൽ ആകുകയില്ല ഈ സംഭവം മാറിക്കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റഡാർ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിഗ്നൽ കിട്ടുന്നുണ്ട്, കട്ടാകുന്നുണ്ട്, ഇതേപോലത്തെ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും.
അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു എന്ന് വരില്ല. എന്നാലും നമ്മളുടെ എല്ലാ ആളുകളുടെയും സപ്പോർട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി നാട്ടുകാരത്. ഇപ്പൊ ഞങ്ങളുടെ അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാർ മാത്രമാണ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കൂല. കാരണം നമ്മളെ ആളുകളെ കൊണ്ട് മാത്രം ഒന്നും നടക്കൂല. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം ആളുകൾ, അതേപോലെ തന്നെ കേരളത്തിൽ പല പ്രളയങ്ങൾ ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ അവിടുന്ന് നമ്മുടെ നാട്ടുകാർ ഒരുപാട് ആളുകൾ വീട് ക്ലീൻ ചെയ്യാനും അങ്ങനെയുള്ള മറ്റുള്ള കാര്യത്തിന് അങ്ങോട്ടും പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരസ്പര ഒരു സഹായത്തോടു കൂടിയും സഹകരണത്തോടു കൂടിയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത് എന്നും നിലനിന്നിട്ടുള്ളതും. പക്ഷേ ഇന്ന് ഈ ഒരു സഹോദരൻ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ സഹോദരന് മർദ്ദനമേറ്റു. അതേപോലെ കേരളത്തിലെ എല്ലാ ആളുകളും അവിടുന്ന് പിൻവാങ്ങണം എന്ന് വാർത്തയിൽ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യണം തോന്നി. കാരണം ഒരു മലയാളിയാണ് അവിടെ കിടക്കുന്നത്. 2-3 ദിവസം മുന്നേ ഒരു സഹോദരൻ്റെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, മലയാളി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ആ ഒരു വികാരം എല്ലാവരിലും ഉണ്ടാകുന്നത്. അത് തന്നെയാണ് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇതിനെതിരെ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം അവിടെ ചെന്നിട്ട് സഹായിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അതിനെ ഇടപെടൽ നടത്താൻ പറ്റിയ ഇപ്പോൾ നമ്മളുടെ പാർലമെന്റിലുള്ള MP-മാര്, അതേപോലെ തന്നെ കേരള മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ആർമീനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ സന്നാഹങ്ങൾ കൊടുത്താലും ഒരാഴ്ചയായി, ഒരു കുടുംബമാണ്, കുട്ടികളുള്ളതാണ്. അപ്പോൾ മാധ്യമങ്ങളൊക്കെ അവരെ കണ്ടിട്ട് ഇതേപോലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുവരെ ഞാൻ പറയുമ്പോൾ നിർത്തണം എന്നാണ് പറയുന്നത്. കാരണം അവരെ ഈ മാധ്യമങ്ങൾ ചെന്നിട്ട് അവർക്ക് എന്തറിയാനാണ്? മറ്റുള്ളവർ പറയുന്നത് ന്യൂസ് ചാനലിൽ കാണുന്നത് മാത്രമേ അവർക്കും അറിയുള്ളൂ. അപ്പോൾ അവരെ പോയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം അവരെ ഫ്രീ ആയിട്ട് വിടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ബാക്കിയുള്ള കാര്യങ്ങൾ ദ്രുതഗതിയിൽ ചെയ്തിട്ട് അതിനൊരു എന്താണോ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് നമ്മുടെ ഈ അർജുനെ രക്ഷിച്ചിട്ട് കൊണ്ടുവന്നിട്ട് എന്നിട്ടാണ് നമ്മൾ ചോദ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുക? വീട്ടുകാരത്തേക്ക് പോകണം. മറ്റേ വീട്ടുകാർക്ക് എന്താണ് അറിയുക? വീട്ടുകാർക്കും ഒന്നും അറിയില്ല. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക? മാധ്യമങ്ങൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോയിൽ വരാൻ കാരണം ഈ ഒരു മലയാളികൾ അവിടുന്ന് പിൻവാങ്ങണം. അതുപോലെ തന്നെ ഈ രഞ്ജിത്ത് ഇസ്രായേൽ അവിടെ സഹായിക്കാൻ പോയ രഞ്ജിത്ത് ഇസ്രായേലിന് മർദ്ദനമേറ്റു. ഈ ഒരൊറ്റൊരു കാരണം കൊണ്ട് മാത്രമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സഹോദരൻ അർജുന് കണ്ടുകിട്ടാൻ കഴിയട്ടെ. ഒരു അപകടവും കൂടാതെ തിരിച്ചു വരട്ടെ ജീവിതത്തിലേക്ക്. ഈ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് നമ്മളുടെ സർക്കാരൊക്കെ അറിഞ്ഞ ശേഷം, അതിപ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ, കാരണം നമ്മളെ നാടിനൊരു പ്രത്യേകതയുണ്ട്. കോൺഗ്രസ് ഭരിച്ചാലും മാർക്സിസ്റ്റ് ഭരിച്ചാലും BJP ആണെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ അനുഭവത്തിൽ ആരൊക്കെയാണെങ്കിലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്യും. കാരണം അതിന് തെളിവാണ് നമ്മുടെ കവളപ്പാറയിൽ വന്ന് ഒഴുകിയെത്തിയത് എല്ലാ സംഘടനയുടെയും, യുവജന സംഘടനകളും അല്ലാത്ത സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അതേപോലെ മതസംഘടനകളും എല്ലാ ആളുകളും വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സഹായ സഹകരണങ്ങൾ, ഡ്രസ്സ്, വസ്ത്രം, അതേപോലെ ഫുഡ്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും അനുഭവമുള്ളതാണ് 4-5 വർഷം മുന്നേ നമ്മുടെ നാട്ടിൽ നടന്നത്. പക്ഷേ ഒരൊറ്റ കാര്യത്തിൽ വിഷമമേ ഉള്ളൂ. അതായത് ഇത് നടന്നത് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇനി എന്തൊക്കെ പറഞ്ഞാലും, എത്രയൊക്കെ സർക്കാരിനെ പറഞ്ഞാലും പ്രതിപക്ഷത്തെ പറഞ്ഞാലും മറ്റുള്ള ആളുകളെ പറഞ്ഞാലും എന്തൊക്കെയായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ്. നാട്ടിലാണ് നടന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടേ പിന്നെ നമ്മളുടെ ചർച്ചകൾ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്തായാലും നമ്മുടെ സഹോദരന് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുകിട്ടട്ടെ. സഹോദരന് ഒരാപത്തും വരുത്താതെ തിരിച്ചു കൊണ്ടുവരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും വേണം.